ഞങ്ങൾ ലയാലത്തെ ബീച്ചിൽ പോവാണ് ഇവിടുത്തെ. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഞാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ബീച്ചിലെത്തിയിട്ട് കാണാം. ഞങ്ങളിത് ബസ്സിൽ കയറി ഇരിപ്പായി. ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിലാണ്, അതായത് 2 നില. ഞാൻ ഇവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് അങ്ങനത്തെ ബസ്സിൽ കയറണത്. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റ്, റോഡിൽ നിന്ന് ഇത്ര ഹൈറ്റ് ഫീൽ ചെയ്യണത്. ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. പിന്നെ അവിടെ കണ്ടോ ആ യെല്ലോ ഒരു റെഡ് ബട്ടൺ, അത് ഇവിടെ എല്ലാ സീറ്റിലും ഉണ്ടാവും. അപ്പം നമുക്ക് ഏത് സ്റ്റോപ്പിലാണോ ഇറങ്ങേണ്ടത് അവിടെ ആ റെഡ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ശരിക്കും ഡ്രൈവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോപ്പിൽ ബസ് നിർത്തും. അല്ലാതെ ഇപ്പോൾ ഒരു സ്റ്റോപ്പിൽ ആരും ഇറങ്ങാനില്ലെങ്കിൽ, അതോ ആരും കയറാനില്ലെങ്കിൽ ആ സ്റ്റോപ്പിൽ ബസ് നിർത്തില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവിടെ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് ബീച്ചിൽ പോയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഊഞ്ഞാൽ കണ്ടു. പൊന്നും കുഞ്ഞും അതിൽ ചാടി കയറിയിരുന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊടുക്കുകയാണ്. ശരിക്കും ഈ സീനറിയിൽ ഈ ഊഞ്ഞാലിലാടാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. പിന്നെ എയ്റോപ്ലെയിൻ പോണ കണ്ടോ. ശരിക്കും ഈ ബീച്ചിൻ്റെ തൊട്ട് അങ്ങേ സൈഡിൽ വില്ലിംഗ്ടൺ എയർപോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇത്ര അടുത്ത് നമുക്ക് കാണാം. ഇത് ബീച്ച് സൈഡിലുള്ള വീടുകളാണ്. ശരിക്കും ഈ വീടുകളിൽ നിന്ന് ഒരു മോർണിംഗിൽ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ രാവിലെ എഴുന്നേറ്റ് ആ ഡോറ് തുറന്ന് നമ്മളൊരു ചായ ഒക്കെ കുടിക്കുക ഈ വ്യൂ കണ്ടിട്ട്. വാവ്. ഇവിടെ ഇങ്ങനെ വ്യൂ ഉള്ള വീടുകൾക്ക് റെൻ്റ് ഒത്തിരി കൂടുതലാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നടക്കണേൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ നിൽക്കും ഒന്ന്. ഇത് അവിടെ ഇറങ്ങിയിട്ട് അച്ചാച്ചനും മക്കളും ഡാൻസ് കളിക്കുകയാണ്, പാട്ടുപാടി. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഞാൻ കുറച്ച് മുകളിലാണ്, ഞാൻ അങ്ങോട്ട് അധികം താഴെ ഇറങ്ങിയില്ല. പിന്നെ ഒത്തിരി കാറ്റാണ് കേട്ടോ. ഞങ്ങൾ ന്യൂസിലാൻഡിലെ വില്ലിംഗ്ടണിലാണ് ഉള്ളത്. വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞാൽ വിൻഡി വില്ലിംഗ്ടൺ എന്നാണ് പറയുന്നത്. നമ്മൾ ചായ കുടിക്കണേ, ചായ കുടിക്കാനായിട്ടുള്ള സീനറിയാണ് ഞങ്ങളുടെ. എൻ്റെ കുറേ ഇവിടെ വന്ന് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഒന്ന് ഇരുന്നൊന്ന് ചായ കുടിക്കണമെന്ന്. അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഫുൾ സെറ്റപ്പിലാണ് വന്നത്, ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അടുത്ത് ഷോപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രാവുകളാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് കഴിക്കാനായിട്ട് എടുത്തപ്പോൾ തന്നെ അവരൊക്കെ നമ്മളെ ചുറ്റും കൂടി. അപ്പോൾ പൊന്നും കുഞ്ഞും അവർക്ക് ഇങ്ങനെ ഫുഡ് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം 2 പേരാണ് വന്നത്. പിന്നെ അങ്ങനെ 2, 3 4 അങ്ങനെ ഒത്തിരി പേര് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് മൂവ് ചെയ്തു. പിന്നെ ഇത് അവിടുത്തെ ഒരു പുരാതന ഒരു ശില്പം പോലെയാണ്. എനിക്ക് കറക്റ്റായിട്ട് എന്താണ് പ്രതിനിധീകരിക്കണേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തം അതിന് ചുറ്റുമുള്ള വ്യൂ എന്ന് പറയണത് നല്ല രസമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അച്ഛൻ അവിടെ നിന്നപ്പോൾ. പിന്നെ ഇവിടെ കടലിങ്ങനെ ഭയങ്കര ശാന്തമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും അങ്ങേ വശത്ത് ഞങ്ങളങ്ങ് പോയപ്പോൾ നല്ല തിരകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ പയ്യെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയിലാണ് ഈ സ്ഥലം കണ്ടത്. ഇവിടെ കുറേ ഈ നമ്മുടെ വെള്ളാരം കല്ലുകളില്ലേ, ഈ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യണ കുറേ കല്ലുകളാണ് കേട്ടോ കിടക്കണത്. ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ള ശംഖുകൾ കാര്യങ്ങളൊക്കെ പൊന്നും കുഞ്ഞും എടുത്തു. ഞാനിങ്ങനെ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നില്ല, കാരണം അത് പിന്നെ നമ്മളൊന്നിനും ഉപയോഗിക്കില്ല. ആ ഒരു
മുന്നും ഇതുപോലെ പോയപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത് അവിടെ വീണ്ടും ഒതുക്കി വെക്കേണ്ടി വരും. പിന്നെ ഈ വീടുകളൊക്കെ കണ്ടോ, ഇതൊക്കെ ബീച്ചിൻ്റെ അങ്ങേ അറ്റത്തുള്ള വീടുകളാണ്. അങ്ങനെ അച്ചാച്ചനും മക്കളും യൂണിഫോം മാറി കടലിലേക്ക് ഇറങ്ങുക. അച്ഛൻ ഒരു 6 മാസത്തെ വിസിറ്റിംഗ് വിസയിൽ വന്നതാണ്. അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ ബീച്ചിൽ. ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി പേരാണ് കേട്ടോ. കാരണം ചിലപ്പോൾ ആരും തന്നെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടുത്തെ ഇത്തിരി തിരക്കാണിപ്പോൾ. കാരണം ഇവിടെ ഒരു 4 മണി 5 മണിയാകുമ്പോൾ ഷോപ്സും ഓഫീസൊക്കെ അടയ്ക്കും. അപ്പോൾ സമ്മറാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ സമ്മറിൽ അപ്പോൾ അവരെല്ലാവരും വരും, വെറുതെ വാക്കിങ്ങിന് വരും, അവരുടെ ഡോഗിനെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ. അച്ചാച്ചനും കുട്ടികളും ഭയങ്കര കളിയാണ്. പിന്നെ എത്ര സമ്മറാണെങ്കിലും ബീച്ചിൽ വെള്ളം ഭയങ്കര തണവായിരിക്കും. ഇത് കണ്ടോ, തിര വന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു കണ്ടോ, നല്ലൊരു ഡിസൈൻ പോലെയില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തതാണ്. ഇവിടെ കുറച്ച് തിര ഇങ്ങനെ സ്പീഡിൽ അടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ അങ്ങേ തലം ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു. പൊന്നു അവിടെ ഇങ്ങനെ ഓരോ ലവ് അങ്ങനെയൊക്കെ വരച്ച്, അപ്പോൾ കടലമ്മ എല്ലാം കൊണ്ടുപോവാണ്, പൊന്നു വരയ്ക്കണതെല്ലാം. അങ്ങ് അകലേക്കൊന്നും ഇറങ്ങിയില്ല ഒത്തിരി, വെറുതെ അങ്ങനെ തന്നെ നിന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് സർഫിങ്ങിന് പോണ ആളുകളാണ്. അവരൊത്തിരി ഡീപ്പിലേക്ക് പോവും. ഇവിടെ സർഫിങ് പഠിപ്പിക്കണമുണ്ട് കേട്ടോ കുട്ടികളെയും. ഇത് നമുക്ക് അതിനുള്ള ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നാൽ പഠിപ്പിക്കും. അവിടെ അങ്ങനെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ പോലെ. പിന്നെ കയറി മൊത്തം നനഞ്ഞൊന്നുമില്ല, കാരണം തണവ് കാരണം. പിന്നെ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് വന്നില്ല, പിന്നെ ഹസ്ബൻഡ് വന്ന് കൊണ്ടുപോയി ഞങ്ങളെ. അങ്ങനെ